ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഹെവി ക്രീം വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇത് മിക്സറിലാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ബീറ്ററൊക്കെ വെച്ച് ചെയ്യുമ്പം ഒരു ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് നമ്മൾക്ക് 2 മിനിറ്റ് കൊണ്ട് മിക്സറിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം മിക്സറിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഒരു ജ്യൂസറിൻ്റെ ജാറാണ് ഇപ്പം വേണ്ടത്. ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ജാറിലാണെങ്കിലും ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം. ചെയ്യണതിന് മുൻപ് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇനി എടുക്കുന്നത് ഗ്രേറ്റ് വാല്യൂവിൻ്റെ ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 1 കപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതും തണുത്ത് തന്നെയാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രീസറിൽ നമ്മൾ വെക്കരുത്. പാലല്ല, ഹെവി വിപ്പിംഗ് ക്രീമാണത്. അപ്പോൾ ഇത് നമ്മളിനി അടിച്ചതിന് ശേഷം ഈ മിക്സിയുടെ ജാറിൽ ഈ ഓട്ട കണ്ടോ, ആ ഒരു സംഭവം നമ്മൾ തുറന്നിട്ട് തന്നെ വെക്കണം. ഒരിക്കലും മൂടി വെച്ചിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടില്ല. ഇനി നമ്മളിത് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇടത്തോട്ട് നമ്മൾ തിരിക്കില്ലേ, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ 1 2 3 എന്നുള്ള സ്പീഡ് വെക്കരുത്. നമ്മൾ ഈ ഇടത്തോട്ട് തിരിച്ചിട്ട് വേണം. അതങ്ങനെ നമ്മൾ കൈകൊണ്ട് പിടിച്ച് തന്നെ നിൽക്കണം. വിപ്പിംഗ് ക്രീം ആവുന്നത് വരെയും പിടിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ക്രീം കിട്ടുള്ളൂ. പിന്നെ ചില മിക്സിയിലൊക്കെ ബട്ടൺ ആയിരിക്കും, അപ്പോൾ അത് പ്രസ് ചെയ്താൽ മതി. അപ്പം ഇവിടെ എനിക്ക് ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണ് ഇതുപോലെ. അപ്പം അങ്ങനെ ആകുമ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് തിരിച്ചെടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മിക്സിയുടെ ആ തിരിയുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വിപ്പിംഗ് ക്രീം ഇത് ക്രീം ആയിട്ടുണ്ടോ, വിപ്ഡ് ക്രീം ആയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു സൗണ്ട് വെച്ചാണ്. മിക്സിയുടെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് അടിച്ച് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ടോ, ആ മിക്സി കറങ്ങുന്നുണ്ടെങ്കിലും ക്രീം മൊത്തത്തിൽ സൈഡിലോട്ട് മാറി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടും വേറെ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പം കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ഇത് കണ്ടോ, താഴോട്ടൊന്നും വീഴുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ വിപ്ഡ് ക്രീം ഉണ്ടാവേണ്ടത്. അപ്പം അതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഈ പ്രീതിയുടെ ആണോ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ജ്യൂസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. വേറെ ഏതാണെങ്കിലും ജ്യൂസർ എന്തായാലും എല്ലാ മിക്സിയുടെ കൂടെയും കിട്ടുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ജാറ് ഫ്രീസ് ചെയ്തിരിക്കണം. രണ്ടാമത്തത് നമ്മൾ മൂടി വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുഞ്ഞു മൂടി ഉണ്ടാവുമല്ലോ, അത് തുറന്ന് വെച്ചിട്ട് മാത്രമേ നമ്മൾക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മൾക്ക് ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ അത് തുറന്നും കൂടെ വെക്കണം. അല്ലാതെ ഇരുന്നാൽ ചിലപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ശരിക്കും 2 മിനിറ്റ് മതി. നമ്മൾ ബീറ്ററൊക്കെ ചെയ്ത് ഒരുപാട് സമയം കളയുന്ന പോലെ ഒന്നും വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ക്രീമിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, ചേർക്കാതെയാണ് അടിച്ചിരിക്കുന്നത്. വെറും ക്രീം മാത്രമായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ മിക്സിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലിപ്പം എല്ലാവരുടെ കയ്യിലും ബീറ്റർ ഉണ്ടാവണമെന്നില്ല. വല്ലപ്പോഴും ഒക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബീറ്റർ വാങ്ങി വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മിക്സറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കിട്ടുന്നതാണ്, വിപ്ഡ് ക്രീം കിട്ടുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.